നമസ്കാരം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്തുമെന്ന് തമിഴ്നാട്ടിൽ CPM പ്രകടന പത്രികയിൽ വാഗ്ദാനം. തമിഴ്നാട് CPM സംസ്ഥാന സെക്രട്ടറി കെ ബാലകൃഷ്ണൻ മധുരയിലാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നൽകി ഏറ്റെടുക്കുന്നതിന് നിയമനിർമ്മാണം നടത്തും. നീറ്റ് പരീക്ഷ റദ്ദാക്കും. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളും. സ്കൂളുകളിൽ തമിഴ് വിദ്യാഭ്യാസം നിർബന്ധമാക്കും തുടങ്ങിയവയാണ് പ്രകടന പത്രികയിലെ മറ്റ് പ്രധാന വാഗ്ദാനങ്ങൾ. ജലനിരപ്പ് താഴ്ത്തണമെന്ന് കേരള സർക്കാർ നിരന്തരം ആവശ്യപ്പെടുമ്പോഴാണ് തമിഴ്നാട്ടിൽ CPM വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇക്കുറി DMK അടങ്ങുന്ന മുന്നണിയുടെ ഭാഗമായാണ് തമിഴ്നാട്ടിൽ CPM പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. മധുര, കോയമ്പത്തൂർ എന്നീ ലോക്സഭാ സീറ്റുകളിലാണ് CPM ഇക്കുറി ജനവിധി തേടുന്നത്. തമിഴ്നാട്ടിൽ DMK അധികാരത്തിലെത്തിയാൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം 152 അടിയായി ഉയർത്തുമെന്ന് MK സ്റ്റാലിൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള നീക്കത്തെ ശക്തമായി തടയുമെന്ന് പറഞ്ഞ സ്റ്റാലിന്റെ നിലപാടാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ CPM-ഉം സ്വീകരിച്ചിരിക്കുന്നത്. തേനിയടക്കം 5 ജില്ലകളിലെ വൈകാരിക വിഷയമാണ് മുല്ലപ്പെരിയാർ. ഇത് കണക്കിലെടുത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രകടന പത്രികയിൽ മുല്ലപ്പെരിയാർ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. കഴിഞ്ഞ പ്രളയകാലത്ത് മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് 142 അടിയായി ഉയർന്നപ്പോൾ സുപ്രീം കോടതി ഇടപെടലിലൂടെയാണ് 139 അടിയിലേക്ക് താഴ്ത്തിയത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട്ടിൽ CPM എടുത്തിരിക്കുന്ന നിലപാട് തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ CPM-നെ പ്രതികൂലമായി ബാധിക്കും.